നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഇത്തവണ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലെ ദുഃഖങ്ങൾക്കെല്ലാം വിട പറഞ്ഞ് സന്തോഷത്തിൻ്റെ അതിരറ്റ ജീവിതത്തിലെ വശ്യസുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ച് ആണ് ഞാൻ ഇത്തവണ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അവരുടെ യൗവനകാലത്ത് അവരുടെ മനസ്സിൽ ചേക്കേറുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്. സ്നേഹം, പ്രേമം, കാമം, മോഹം, മോഹഭംഗം, അങ്ങനെ വിവിധ തരത്തിലുള്ള വിചാരങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലതിനാവാം എന്ന് കരുതുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോൾ എക്സാമിനേഷന് മുമ്പ് പല കുട്ടികളുമായും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഈ വായനയുടെ ലോകത്ത് മുഴുകുന്നത് കൊണ്ട് പുസ്തകമാണ് എൻ്റെ ഇഷ്ടചങ്ങാതിയായിരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിലും ചില കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. ഒരിഷ്ടം, അത് എങ്ങനെ പറയണം, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. പക്ഷെ എന്നെ അഗാധമായി ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനി, അവരുടെ പേര് ശരിക്കും ഓർമ്മയില്ല, വിനോദിനി എന്നാണെന്ന് തോന്നുന്നു. ഒരു കറുത്ത മുഖമുള്ള സുന്ദരി കുട്ടി. ആ കറുപ്പിന് തന്നെ 7 അഴകാണ്. നല്ല കാണാൻ സൗന്ദര്യമുള്ളൊരു നല്ലൊരു കുട്ടി. ആ കുട്ടി ഞാനറിയാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ആ കുട്ടിയെ അത്തരത്തിലോ അല്ലെ വേറൊരു വീക്ഷണത്തിലോ ചിന്തിച്ചിട്ടേ ഇല്ല. ശേഖരൻ എന്ന് പറയുന്ന എൻ്റെ വേറൊരു സുഹൃത്ത് ആ കുട്ടിയെ അഗാധമായിട്ട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു നാൾ ശേഖരൻ എന്നോട് ഒന്ന് പറഞ്ഞു, രവി, എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടിക്ക് നിങ്ങളോടാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ആ കുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ശേഖര, ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ഞാൻ അങ്ങനെ ഒരു ചിന്താധാര വെച്ച് പുലർത്തിയിട്ടുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ കുട്ടിയോട് സംസാരിക്കാം, തൻ്റെ ഇഷ്ടത്തെയും മറ്റും. അങ്ങനെ ഒരു നാൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി കടന്നു വരികയും ഒരു മോശപ്പെട്ട വർത്തമാനങ്ങളും പറയാതിരിക്കുകയും വേദാന്തത്തെക്കുറിച്ചിട്ടും തർക്കത്തെ പറ്റിയിട്ടും അങ്ങനെ ഞാൻ സംസ്കൃതമായിരുന്നു പ്രധാന വിഷയമായി തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനൊരു കൂട്ടം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ആ കുട്ടിയോട് അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു തരത്തിലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നു, അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഒരു ചെറിയ പുഞ്ചിരിയിൽ ഒതുക്കി ഒന്നും മിണ്ടാതെ ഒരു നോട്ടം സമ്മാനിച്ചുകൊണ്ട്, തീക്ഷ്ണമായ ഒരു നോട്ടം സമ്മാനിച്ചുകൊണ്ട് ആ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. കാലം 10-35 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടി ആരുടെ കൂടെ ജീവിക്കുന്നു, കുടുംബിനിയായിട്ട് ജീവിക്കുന്നു എന്നറിയില്ല. ശേഖരൻ എന്ന വ്യക്തിയെ പറ്റിയിട്ട് പിന്നീട് ഒരു അറിവുമില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ ദീപ്തമായിട്ടുള്ള തിളയ്ക്കലുകൾ, അല്ലെങ്കിൽ അതിൻ്റെ മധുരം, അതിൻ്റെ കബർപ്പ് എന്നിവയെല്ലാം അനുഭവിച്ചു പോയ
ഒരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ രണ്ട് പേരോട് എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നു. ഇത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് പറയില്ല. അന്നും സൗഹൃദം കൂടുതലും പുസ്തകങ്ങളോടായിരുന്നു. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു രംഗത്ത് ചെണ്ട കൊട്ടാൻ ഞാൻ ഒരിക്കലും മുതിർന്നിട്ടില്ല. പക്ഷെ ആ ശേഖരൻ്റെയും ആ വ്യക്തിയുടെയും ജീവിതം ഇന്ന് എവിടെയാണ്, എങ്ങനെയാണ്, കേരളത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതിന് എല്ലാത്തിനും ഒരു നിമിത്തം, സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒക്കെ ഒരുപാട് നിമിത്തങ്ങളാണ്. അപ്പോൾ ആ നിമിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തയിൽ ഉദിച്ചുയർന്ന ഒരു കവിതയാണ് നിമിത്തം. നിമിത്തം എല്ലാത്തിനും ഉണ്ടല്ലോ. വിവാഹത്തിനായിരുന്നാലും മംഗളകർമ്മങ്ങൾക്കായാലും വീടിൻ്റെ പാലുകാച്ചലായാലും എല്ലാത്തിനും മനുഷ്യ ജീവിതത്തിൽ ഒരു നിമിത്തം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ആ നിമിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കവിത ഞാൻ എഴുതുന്നത്. ഞാൻ തന്നെയാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനും ഒരു തുടക്കം, കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനും ഒരു തുടക്കം. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ. തുടർന്ന് കാണുക, കേൾക്കുക, ആസ്വദിക്കുക, വിലയിരുത്തുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്ക്. നന്ദി, നമസ്കാരം. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനും ഒരു നിമിത്തം, കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനും ഒരു നിമിത്തം. വശ്യശ്യാമള ഹൃദയരാഗങ്ങൾ കോർത്തിണക്കിയ നവയൗവനം, വശ്യശ്യാമള ഹൃദയരാഗങ്ങൾ കോർത്തിണക്കിയ നവയൗവനം. വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ, വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനും ഒരു നിമിത്തം. വശ്യശ്യാമള ഹൃദയരാഗങ്ങൾ കോർത്തിണക്കിയ നവയൗവനം, വശ്യശ്യാമള ഹൃദയരാഗങ്ങൾ കോർത്തിണക്കിയ നവയൗവനം. വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ, വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ. കാമവും കാരുണ്യവും സുഖവും ദുഃഖവും സമ്മിശ്രമായൊരവസ്ഥ, കാമവും കാരുണ്യവും സുഖവും ദുഃഖവും സമ്മിശ്രമായൊരവസ്ഥ, കാമവും കാരുണ്യവും സുഖവും ദുഃഖവും സമ്മിശ്രമായൊരവസ്ഥ. എങ്ങു നിന്നറിയില്ല ജീവന്റെ തണുത്തൊരു പ്രതലം വന്നു ഭവിച്ചു, എങ്ങു നിന്നറിയില്ല ജീവന്റെ തണുത്തൊരു പ്രതലം വന്നു ഭവിച്ചു. എങ്ങു നിന്നറിയില്ല ജീവന്റെ
തണുത്തൊരു പ്രതലം വന്നു ഭവിച്ചു. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനുമൊരു നിമിത്തം, വശ്യശ്യാമള ഹൃദയരാഗങ്ങൾ കോട്ടിണക്കിയ നവയൗവനം. വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ, വീർപ്പുമുട്ടിപ്പിടയുന്നു പുഴ പോലൊഴുകാൻ. കാമവും കാരുണ്യവും സുഖവും ദുഃഖവും സമ്മിശ്രമായൊരവസ്ഥ എങ്ങു നിന്നെന്നറിയില്ല. ജീവന്റെ തണുത്തൊരു പ്രതലം വന്നു ഭവിച്ചു. അന്നു മുതലാണീ അനുരാഗത്തിൻ വല്ലരി പൂക്കാലമായി. അന്നു മുതലാണീ അനുരാഗത്തിൻ വല്ലരി പൂക്കാലമായി. അന്നു മുതലാണീ അനുരാഗത്തിൻ വല്ലരി പൂക്കാലമായി. ഓരോന്നു തുടങ്ങാൻ ഓരോ നിമിത്തങ്ങൾ, നിമിത്തമില്ലാതൊരു തുടക്കം ചിന്തനീയം. കാലം കൽപ്പിച്ച വസന്താനുരാഗത്തിനു ഒരു നിമിത്തം. അന്നു മുതലാണി അനുരാഗത്തിൻ വല്ലരി പൂക്കാലമായി. ഹോ, എവിടാണുദ്ഭവം ഈ അനുഭൂതി തരംഗത്തിൽ? ഹോ, എവിടാണുദ്ഭവം ഈ അനുഭൂതി തരംഗത്തിൽ? ഉൽപ്പത്തി എന്നു മനസ്സു കുലുങ്ങുന്നു, അതും നിമിത്തമോ? ഉൽപ്പത്തി എന്ന് മനസ്സു പുലമ്പുന്നു, അതും നിമിത്തമോ? ഹോ, എവിടാണുദ്ഭവം ഈ അനുഭൂതി തരംഗത്തിൽ? ഉൽപ്പത്തി എന്ന് മനസ്സു പുലമ്പുന്നു, അതും നിമിത്തമോ? ഉൽപ്പത്തി എന്നു മനസ്സു പുലമ്പുന്നു, അതും നിമിത്തമോ? ഉൽപ്പത്തി എന്ന് മനസ്സു പുലമ്പുന്നു, അതും നിമിത്തമോ? നിമിത്തമോ?